ആരാ? സാറ് മറ്റേ മിജോ ജോസ് പുളിശ്ശേരി അല്ലേ? അതെ അതെ, ഞാൻ തന്നെയാണ്. ആരാണ് ഈ മുണിഞ്ഞ കോലത്തിൽ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ ഇവിടെ ചക്കയിടാൻ വന്നു. അല്ല പിന്നെ ഞാനൊരു സിനിമയുടെ ലൊക്കേഷൻ തപ്പി വന്നു. സാറിന്റെ മറ്റേ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടില്ല. അന്നമയിലായിരുന്നു എന്റെ പേര്, അത് മറന്നുപോയല്ലോ. എന്തായാലും സംഭവം കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. 10 പേര് കാണുന്ന പടമാണെന്ന് മനസ്സിലായി. അല്ല സാറേ, പുതിയ പടം ഏതാ? ഞാനൊരു പുതിയ സിനിമ ചെയ്യുന്നുണ്ട്, പുതുമുങ്ങളെയൊക്കെ വെച്ചേ. അപ്പൊ അതിന്റെ ഒരു അടിപൊളി ലൊക്കേഷൻ തപ്പി വന്നത്. അത്ര മനോഹരമായ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. സാറ് സാധാരണ പുതുമുഖങ്ങളെ വെച്ച് ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ പടത്തിലും പുതുമുഖങ്ങൾക്ക് എന്തെങ്കിലും അവസരം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഞാൻ ഈ പടം പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതെയല്ലേ? അങ്ങനെയാണ് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ നല്ല കിടുക്കിനായിട്ട് അഭിനയിക്കും. കുറെ നാളായിട്ട് സിനിമ കയറണമെന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്. അവനും കൂടെ എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കാതെ ഇതിനകത്ത്. തീർച്ചയായും കൊണ്ടുപോകാം. കൂട്ടത്തിൽ എനിക്ക് എന്തെങ്കിലും ചെറിയ ചാൻസ് വലുതും ഉണ്ടാവോ? ശരി, അവനെ വിളിച്ചോണ്ട് വരും, കണ്ടോക്കട്ടെ. എന്നാ വിളിച്ചോണ്ട് വരാം. സാറേ, ഇതാ ഞാൻ പറഞ്ഞ മറ്റേ കണാപ്പൻ, അല്ല കൂട്ടുകാരൻ. അതെ, അത് ഞാനാ. ഇതാണോ ആള്? കുഴപ്പമില്ല, ക്യാരക്ടറൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയൊരു ഓഡിഷൻ ചെയ്ത് നോക്കണം. സാർ എത്ര വേണമെങ്കിലും ഓടിട്ട് കൊടുത്തോ, ഇവൻ ചെയ്തോളൂന്നേ. എങ്ങനെയാ ഡാൻസ് കളിക്കറിയാവോ? പിന്നെ അടുത്ത സാധനം പറ. ചുമയ്ക്കോ? കൊള്ളാം. പടത്തിലൊരു സീനുണ്ട്, അത് ഞാനിപ്പോ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞഭിനയിക്കോ? പിന്നെ സാറ് സീൻ പറഞ്ഞേ. ഒരു സെക്കൻഡ്, ഞാൻ പ്രൊഡ്യൂസർ വിളിച്ചു. സാറേ, നമ്മുടെ മറ്റേ പുതിയ പടമല്ലേ, അത് എന്നത്തേക്ക് തുടങ്ങാൻ ഞാനൊരു പുതിയ പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. അതെയോ? ഓക്കെ. സാറേ, എപ്പോഴാ തുടങ്ങുന്നേ? പാടുള്ളൂ ഇനി പറ സാറേ. സാറേ, ഈ സിനിമ തൽക്കാലമേ നാളെ തന്നെ ഇത് വേണ്ടാന്ന് വെച്ചു പടം.